ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ഗുണ്ടിൽപേട്ട ഗോപാൽസ്വാമി ടെമ്പിളിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന കേട്ടോ ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ കവാടം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം. ടിക്കറ്റ് എടുക്കാറുണ്ട്. എത്രയാണ് ടിക്കറ്റ് ചാർജ് എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടോ ഗോപാൽസ്വാമി ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള വഴി കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട്. കർണാടക RTC ബസ്സാട്ടോ. ഓക്കെ, ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. നമുക്കുള്ള ബസ്സാട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഫ്രണ്ട്സ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മൾ ടിക്കറ്റൊക്കെ പരിശോധിക്കുന്നത്. ഇതാണ് കവാടം. നമ്മളെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടോ നമ്മളെ ടിക്കറ്റ്. ഒരാൾക്ക് 60 രൂപ. അപ്പം നമുക്കുള്ള വണ്ടിയാണ് ഇതാ അവിടെ കാണുന്നത്. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ടിക്കറ്റ് കൊടുത്താണ്. ഓക്കെ, ഇതാട്ടോ നമുക്കുള്ള ബസ്. നമുക്ക് പോയി നോക്കാം. നമുക്ക് കയറി നോക്കാം. സൈഡ് സീറ്റ് കിട്ടാൻ പറ്റുമോ നോക്കണം. നമുക്ക് കയറി നോക്കാം. ഓക്കെ, ഇതാട്ടോ നമ്മുടെ ബസ്. ഓക്കെ, വേഗം കയറാം. ഞാൻ വേഗത്തിലിരിക്കാം. നമുക്ക് വിൻഡോ സീറ്റുള്ളിടത്ത് തന്നെ ഇരിക്കാം. ഓക്കെ, ഏകദേശം ഈ ഫുള്ള് ആൾക്കാരുണ്ട് ഇതിൽ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗോപാൽസ്വാമി മേട്ടിലേക്കുള്ള യാത്രയിൽ കണ്ട നല്ല റോഡാട്ടോ. ആ റോഡ് മൊത്തം അതിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഫുള്ള് കോടയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഗോപാൽസ്വാമീൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാൻ കാത്തുകയാണ്. ഫുള്ള് ആൾക്കാരാണ്. ഇങ്ങനെ ഇടിച്ച് കയറും. നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ, ഇവിടെ മൊത്തം ഫോട്ടോഷൂട്ടാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഗോപാൽസ്വാമി ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗോപാൽസ്വാമി ഹില്ലിൻ്റെ പ്രവേശന കവാടം. ഓക്കെ, നമുക്ക് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇതാ കർണാടക ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. അതിമനോഹരമായ രീതിയിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗുണ്ടിൽപേട്ട മൈസൂർ റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ ഗോപാൽസ്വാമി ഹില്ലും കൂടി ഒന്ന് കയറണം. ആകെ ഒരാൾക്ക് 60 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, ഒരിക്കലും ഒരു നഷ്ടം വരില്ല. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എത്രത്തോളം മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നതെന്ന്. എപ്പോഴും മഞ്ഞാട്ടോ ഇവിടെ. എപ്പോഴും മഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hour മഞ്ഞാണ്. നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. നമ്മൾ വരുന്ന വഴിക്ക് മഞ്ഞായിട്ട് കുറേ നേരം വണ്ടി നിർത്തിയിടുക കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ബസ്സിൻ്റെ വലത് സൈഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെയുള്ള വ്യൂ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ താഴോട്ടുള്ള വ്യൂ കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അവിടെ കയറുമ്പോൾ ചെരുപ്പ് അഴിക്കണം എന്നൊക്കെ. ചെരുപ്പ് അഴിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല. നമുക്ക് ഏതായാലും ചെരുപ്പൊക്കെ അഴിച്ചിട്ട് കയറാം. ചെരുപ്പ് ഷൂ അഴിച്ചിടുമ്പോഴേ ഇപ്പോൾ ചെരുപ്പ് കിട്ടുമെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് അവിടെ കയറണമല്ലോ. നമുക്ക് ഷൂ ഒക്കെ അഴിച്ചിട്ട് നമുക്ക് കയറാം. ഓക്കെ, അതാണ് ഗോപാൽസ്വാമീൻ്റെ ടെമ്പിളിലേക്കുള്ള പ്രവേശന കവാടം. ഓക്കെ, അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. കാല് നിലത്ത് വെക്കാൻ വഴിയില്ല. ഓക്കെ, ഇത് അതിലേക്കുള്ള വഴി കേട്ടോ ഈ കാണുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല പോലെ മഴയുണ്ട്. ഓക്കെ 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 ഇതാണ് ഇവിടുത്തെ ഗോപാൽസ്വാമിയിലെ രഥം. ഇതാണ് ഗോപാൽസ്വാമി വീട്ടിലെ രഥം എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ടെമ്പിളിലെ പ്രവേശന കവാടം. ഓക്കെ, ഇതിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ഫുള്ള് കോടയാണ്. എത്രത്തോളം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, മഴയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്.
അപ്പോൾ നമുക്ക് മഴ ചോരുന്നോടം വരെ ഒന്ന് കാത്തു നിൽക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാട്ടോ നമ്മുടെ ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ പ്രവേശന കവാടം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കയറി നോക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നമ്മൾ അവിടെ വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തുകൂടെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുറത്തുകൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നും കൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ ഫ്രണ്ട്സ്, നമ്മളെ ഗോപാൽസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാണ് കേട്ടോ അതായി കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഉള്ളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഓക്കെ, നല്ല മഞ്ഞാണ്, കട്ട മഞ്ഞ്. ഓക്കെ, ഓക്കെ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൽ തീർത്തൊരു ക്ഷേത്രം കേട്ടോ. അത് ഫുള്ള് കരിങ്കല്ല്, അഥവാ ചെറിയ കല്ലല്ല കേട്ടോ, വലിയ പീസുകൾ, ഏകദേശം ഒരു 6 അടി 7 അടി നീളമുള്ള പീസുകളാണ് ഇത് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. മഞ്ഞെന്ന് പറഞ്ഞാൽ കട്ട മഞ്ഞാണ്, ഒരു കാഴ്ചയും നമ്മൾ കാണില്ല. എപ്പോഴും 24 ഹവറും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ എത്ര താഴത്ത് ചൂടാണെങ്കിലും ഇതാ ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും നല്ല സന്തോഷവും കുളിർമയുള്ള ഒരു ക്ഷേത്രമാണത്. ഓക്കെ, അത് കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ കേട്ടോ, അപ്പോൾ നമ്മൾ കയറിപ്പോയ കവാടത്തിന് മുന്നിൽ തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ. നമ്മളെ ഗോപാൽസ്വാമി ടെമ്പിളിലെ ഒരു ആചാരം കേട്ടോ ഇതായി കാണുന്നത്. ഓക്കെ, എന്താണെന്നറിയില്ല, ഒരു ഈ അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഗോപാൽസ്വാമിയിലെ യാത്ര മതിയാക്കി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.